ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെറിവേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. എഞ്ചിനീയറിംഗ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണിത്. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആവുന്നതെന്ന്. അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, n എന്ന് പറയുന്ന വാല്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്മോൾ p അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ടെൻസ് ടു 0, അതായത് പ്രോബബിലിറ്റി അത്ര ചെറുതാവുമ്പോൾ. അതുപോലെ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവരുടെ പ്രോഡക്റ്റ്, എന്നിന്റെയും പിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇങ്ങനെ മൂന്ന് കണ്ടീഷൻസിലാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷനിലോട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ എൻ പി എന്ന് പറയുന്നതിനെ ലാംഡ ആയിട്ടാണ് വിളിക്കുന്നത്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിലെ മീൻ ആണ് ലാംഡ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ മീൻ കിട്ടിയത് n ഇൻറ്റു പി ആണ്. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എൻ പി എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡെറിവേഷൻ തുടങ്ങുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫിൽ നിന്നുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് ഞാൻ എഴുതുകയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നല്ല, ഞാനിവിടെ 1 മൈനസ് പി ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ് നമുക്ക് ഈ ഡെറിവേഷനിൽ വേണ്ടുന്നത്. സോ അത് ഞാൻ എഴുതി. ഇനി നമുക്കറിയാം എൻ പി ഇസ് ഈക്വൽ ടു ലാംഡ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇവിടുത്തെ ഈ സ്മോൾ പിക്ക് പകരം ഞാൻ ലാംഡ ബൈ എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എൻ സി എക്സ് ലാംഡ ബൈ എൻ ദി ഹോൾ റേസ് ടു എക്സ് 1 മൈനസ് ലാംഡ ബൈ എൻ ദി ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് എന്നായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ എൻ സി എക്സിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോവാം. അപ്പൊ എന്ത് വരും? എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ എഴുതി. ലാംഡ ബൈ എൻ ദി ഹോൾ റേസ് ടു എക്സ് 1 മൈനസ് ലാംഡ ബൈ എൻ ദി ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ നമുക്കൊരു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ എൻ ഫാക്ടോറിയലും ഉണ്ട്. സോ ഈ എൻ ഫാക്ടോറിയലിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ എൻ മൈനസ് എക്സിന്റെ ടേംസിലോട്ട് ആക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം. എൻ ഇൻറ്റു എൻ മൈനസ് വൺ എൻ മൈനസ് ടു എക്സെട്ര നമുക്ക് എവിടെ വരെയാണ് വേണ്ടത്? എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ വരെ നമുക്ക് എഴുതാം. അപ്പോൾ അതിന് മുമ്പ് വരുന്ന ടേം എന്തായിരിക്കും? എൻ മൈനസ് എക്സ് മൈനസ് വൺ എന്നായിരിക്കും. അതുപോലെ ബാക്കിയുള്ളതിനെ നമ്മൾ അതുപോലെ എഴുതാണ്. എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. അതുപോലെ ലാംഡ ബൈ എൻ ദി ഹോൾ റേസ് ടു എക്സ് അതുപോലെ എഴുതി. 1 മൈനസ് ലാംഡ ബൈ എൻ ദി ഹോൾ റേസ് ടു എൻ മൈനസ് എക്സിനെയും അതുപോലെ തന്നെ എഴുതി. നമ്മൾ എൻ ഫാക്ടോറിയലിനെ ഈ സ്റ്റെപ്പിൽ എക്സ്പാൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലിനെ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താണ് വരിക? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ ടേംസിനെ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതുക. എൻ മൈനസ് ടു എക്സെട്ര എൻ മൈനസ് എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ എഴുതാണ്. ലാംഡ ബൈ എൻ ദി ഹോൾ റേസ് ടു എക്സും 1 മൈനസ് ലാംഡ ബൈ എൻ ദി ഹോൾ റേസ് ടു എൻ മൈനസ് എക്സും അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ദേ, നമ്മുടെ ഈ ഓരോ ടേംസിൽ ഈ ഓരോ ബ്രാക്കറ്റിൽ എന്തുണ്ട്? എൻ ഉണ്ടല്ലേ. അപ്പോ ഈ ഓരോന്നിന്നും ഞാൻ ഈ എന്നിനെ അങ്ങ് പുറത്തേക്ക് എടുക്കാൻ പോവാ. അപ്പോ ഇവിടെ നോക്കിക്കോ, ഇത് നമ്മൾ എഴുതണ്ട, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാണ്. നമുക്ക് എൻ മൈനസ് വണ്ണിൽ നിന്നും എന്നിനെ ഞാൻ കോമൺ എടുത്താൽ എന്താണ് വരിക? എന്നിനെ കോമൺ എടുക്കുക. അപ്പൊ ബ്രാക്കറ്റിൽ 1 മൈനസ് അടുത്ത ടേമിൽ 1 ബൈ എൻ എന്നാണ് വരിക. ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എൻ വരും, അടുത്തത് എന്താണ്? മൈനസ് എൻ ഇൻറ്റു 1 ബൈ എൻ. അതായത് എൻ മൈനസ് വൺ എന്ന് കിട്ടിയില്ലേ. എൻ മൈനസ് വൺ എന്ന് പറയുന്നതിനെ നമുക്ക് എൻ ഇൻറ്റു 1 മൈനസ് 1 ബൈ എൻ എന്ന് എഴുതാം. അതുപോലെ നമുക്ക് എൻ മൈനസ് ടുവിനെ എൻ കോമൺ എടുത്താൽ എങ്ങനെയായിട്ടാ വരിക? 1 മൈനസ് 2 ബൈ എൻ എന്ന് വരും. അപ്പോ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എൻ മൈനസ് ടു എക്സെട്ര എൻ മൈനസ് എക്സ് മൈനസ് വൺ വരെ ഉണ്ട്. അപ്പോൾ എന്നിനെ എങ്ങനെയാണ് നമ്മൾ കോമൺ എടുക്കാൻ പോകുന്നത് നോക്കിക്കോ. ഇവിടെ എൻ ഉണ്ട്, എൻ മൈനസ് വണ്ണിൽ നിന്ന് ഞാൻ ഇങ്ങനെ കോമൺ എടുക്കുകയാണ്. അപ്പോൾ 1 മൈനസ് 1 ബൈ എൻ എന്ന് വന്നു. അടുത്ത എൻ മൈനസ് ടുവിൽ നിന്ന് എന്നിനെ കോമൺ എടുക്കുമ്പോൾ എൻ ഇൻറ്റു 1 മൈനസ് 2 ബൈ എൻ എന്ന് വന്നു എക്സെട്ര. ഇങ്ങനെ ലാസ്റ്റ് ടേമിൽ നിന്നും എന്നിനെ കോമൺ എടുക്കുമ്പോൾ എൻ ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എൻ എന്നാണ് വരിക, ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ എഴുതുകയാണേ. ഇനി ഇവിടെ നോക്കിക്കേ,
ഈ 1 - 1/n തൊട്ട് 1 - x-1/n വരെ എത്ര എണ്ണുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്? x-1 എണ്ണുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ ഇവിടെ പുറത്ത് നമുക്ക് ഓൾറെഡി ഒരു n കിടപ്പുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? x-1 + 1, അതായത് ടോട്ടൽ x നമ്പർ ഓഫ് എണ്ണുകളാണ് നമുക്കുള്ളത്. അതായത് n ഇൻറ്റു എക്സെട്ര ഇങ്ങനെ എത്ര എണ്ണമാണുള്ളത്? x നമ്പർ ഓഫ് എണ്ണുകളാണുള്ളത്. അതായത് ഈ എണ്ണുകളെ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് n⁻x എന്ന് എഴുതുകയാണ്. അതിനുശേഷം ബാക്കിയുള്ളത് അതുപോലെ എഴുതുകയാണ്. 1 - 1/n, 1 - 2/n എക്സെട്ര എവിടെ വരെയുണ്ട്? 1 - x-1/n the whole divided by x factorial അതുപോലെ എഴുതി. ഇനി ഈ λ/n the whole raised to x ഉണ്ടല്ലോ, ഈ ടേമിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. എക്സിനെ ലാംഡയ്ക്കും എന്നിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ λ⁻n⁻x എന്നായി. പിന്നെ 1 - λ/n the whole raised to n-x നെ അതുപോലെ തന്നെ എഴുതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ n⁻x ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു n⁻x ഉണ്ട്. അതിനെ രണ്ടിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ n ഇല്ലാത്ത ടേംസ് ഉണ്ടല്ലോ, അതായത് ഇവിടെ ഒരു λ⁻x ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഫാക്ടോറിയലും ഉണ്ട്. n ഇല്ലാത്ത രണ്ട് ടേംസ് ആണത്. അതിനെ നമുക്ക് ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. അപ്പോ ഞാൻ λ⁻x ഫാക്ടോറിയലിനെ ഇങ്ങ് പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി ഞാൻ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് n ഇങ്ങോട്ട് ടെൻഡ് ചെയ്യുന്നതാണ്, ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതാണ്. സോ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് ഞാൻ കൊടുക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ അതുപോലെ എഴുതാണ്. ഇനി സിമ്പിൾ ആണ്. ലിമിറ്റിന്റെ വാല്യൂസ് അറിയാമെങ്കിൽ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതിന്റെ ലിമിറ്റ് അറിയണം, അതുപോലെ ഇതിന്റെ ലിമിറ്റും അറിയണം. അപ്പോ ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇത് നോക്കിക്കേ, λ⁻x ഫാക്ടോറിയൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 - 1/n എക്സെട്ര. ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ തൽക്കാലം. x-1/n. ഇനി ഇത് കണ്ടോ, ഈ 1 - λ/n the whole raised to n-x കണ്ടില്ലേ? അതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുകയാണ്. 1 - λ/n the whole raised to n ഉം അതുപോലെ 1 - λ/n the whole raised to -x എന്നും എഴുതുക. ഇതിനെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് ഈ മുകളിൽ കിടക്കുന്ന സാധനം കിട്ടും. എന്ത്? 1 - λ/n the whole raised to n-x എന്ന്. അപ്പൊ അതിനെ ഞാൻ താഴെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതിന്റെ ലിമിറ്റ് വേണം, അതുപോലെ 1 - λ/n the whole raised to n ലിമിറ്റും വേണം, 1 - λ/n the whole raised to -x-ന്റെയും ലിമിറ്റ് വേണം. അപ്പോൾ ആ വാല്യൂസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എഴുതി കാണിക്കാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 - 1/n, 1 - 2/n എക്സെട്ര 1 - x-1/n എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണ്. കാരണം n എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ 1 - 1/n എന്ന് പറയുന്നത് എന്താവും? 1 - 1/∞, അതായത് 1 - 0 എന്ന് വരും. അപ്പോൾ ഈ 1 - 1/n എന്ന് പറയുന്നത് 1 ആകും. അതുപോലെ തന്നെ 1 - 2/n എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ ഈ ഫുൾ ടേം അങ്ങ് എന്താവും? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 1 ആകും. അതുപോലെ നമുക്ക് അടുത്തത് ഏതാ വേണ്ടേ? 1 - λ/n the whole raised to n ന്റെ ലിമിറ്റിംഗ് വാല്യൂ വേണ്ടേ? അത് നോക്കാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 - λ/n the whole raised to n ന്റെ വാല്യൂ എന്ന് പറയുന്നത് e⁻⁻ ആണ്. ഇത് ഓർത്തുകൊള്ളാം. അതുപോലെ അടുത്ത നമുക്ക് ഒരെണ്ണത്തിന്റെ കൂടെ വാല്യൂ വേണ്ടേ? അതെന്താണ്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 - λ/n the whole raised to -x. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്കിപ്പോ മൂന്നെണ്ണത്തിന്റെയും ലിമിറ്റിംഗ് വാല്യൂസ് കിട്ടി. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ വാല്യൂസ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പ്രൂഫിന്റെ അകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ മുകളിലത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് വരിക? ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാവും. λ⁻x ഫാക്ടോറിയൽ ഇൻറ്റു അടുത്ത നമ്മുടെ ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 1 ആണ്. അടുത്തത് ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് e⁻⁻ ആണ്. ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് e⁻⁻ ഇൻറ്റു 1 എന്ന് കിട്ടി. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് അല്ലെങ്കിൽ പി എം എഫ് ആയ λ⁻x ഫാക്ടോറിയൽ ഇൻറ്റു e⁻⁻ എന്നാണ് കിട്ടിയത്. അതായത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫിൽ തുടങ്ങി നമ്മൾ എവിടെ എത്തി? ഇപ്പോ പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ എത്തി. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് λ⁻x e⁻⁻x ഫാക്ടോറിയൽ ആണ് ഫോർ ദ വാല്യൂസ് x is equal to
0 1 2 എക്സെട്ര പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്നിൽ നിർത്തരുത്, 0 1 2 എക്സെട്ര എന്ന് പറഞ്ഞ് ഇട്ടേക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.